സമയമാണ്. ഇങ്ങനെ തുടങ്ങട്ടെ. എല്ലാവരും ആശീർവാദവും അതെ എല്ലാവരും പ്രാർത്ഥിക്കുക. ഹരിശ്രീ ഗണപതി നമ നമസ്ത ശ്രീ ഗുരുഭ്യോ നമ ഓം ശ്രീ മൂകാംബികായ നമ ഓം ശ്രീ സരസ്വതി നമ മേഷാദി ദ്വാദശരാശേഭ്യോ ഗുരുഭ്യോ നമ സൂര്യാദി സർവഗ്രഹേഭ്യോ നമ. ഈ ഭൂമിയിൽ വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ഈ ഗൃഹം ഇതിൽ വരുന്ന എല്ലാ കുടുംബാംഗങ്ങൾക്കും ഇത് തടസ്സങ്ങളില്ലാതെ തീരാനും ഒക്കെ എല്ലാ ആരോഗ്യ സൗഖ്യവും ഉണ്ടാകുവാൻ ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നു. അതേപോലെ തന്നെ ഇപ്പോൾ ഇത് തന്നെ ഉണ്ടാവില്ല. വേണ്ടി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന 70ഓളം സ്റ്റാഫുകളുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവർക്കൊക്കെ തന്നെ അവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ഒക്കെ ഇങ്ങനെയുള്ള പ്രോജക്റ്റുകൾ ഒരു ടീം വർക്കായിട്ട് നടക്കുമ്പോഴാണ് അതിനൊക്കെ ഒരു ഒരു ഉയർച്ചയിലേക്കും അതിൻ്റെ ഒരു എല്ലാവർക്കും അനുഭവ ഗുണമാവാവുന്ന തരത്തിലും ഈ ഒരു പ്രോജക്റ്റ് എത്തിച്ചേരേണ്ടത്. ഇന്ന് ഈ ചടങ്ങിലെ ഭാഗമാകാൻ എത്തിയിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. എനിക്ക് ഒത്തിരി സന്തോഷമുള്ളൊരു ദിവസമാണ്. കാരണം ഞാനും കൂടെ താമസിക്കാൻ പോകുന്ന ഒരു ഫ്ലാറ്റിൻ്റെ കല്ലിടലാണ്. ഞാൻ ഇതിനു മുമ്പ് ഒത്തിരി പ്രോപ്പർട്ടീസിൻ്റെ കല്ലിടലിൻ്റെ ഭാഗമായിട്ട് ഗസ്റ്റായിട്ട് പോയിട്ടുണ്ട്. പക്ഷെ ആദ്യമായിട്ടാണ് എൻ്റെ തന്നെ ഒരു ഫ്ലാറ്റിൻ്റെ കല്ലിടലിന് വരാനും ഒരു കല്ലിടാനും പറ്റിയത്. അതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഇപ്പോൾ നിൽക്കുന്ന വീട് നമ്മൾ ആലുവ ഭാഗത്താണ്. അപ്പോൾ നമുക്ക് ഒത്തിരി സ്ഥലങ്ങളിലേക്ക് പോകാൻ എളുപ്പമാണ്. എയർപോർട്ട് ഉണ്ട്,
റെയിൽവേ സ്റ്റേഷനുണ്ട്. പക്ഷേ എൻ്റെ സ്കൂള് വളരെയധികം ദൂരെയാണ്, ഒരു അരമണിക്കൂറെങ്കിലും വരണം. അപ്പോൾ രാവിലെയൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇവിടുന്ന് ഒരു 5 മിനിറ്റ് ദൂരമേ ഉള്ളൂ. അതും നമുക്കൊരു എറണാകുളത്തേക്ക് ഷിഫ്റ്റ് ചെയ്യണമെന്നൊരു എങ്ങാനും ഷിഫ്റ്റ് ചെയ്യാൻ ഒരു പ്ലാൻ വന്നാലോ എന്ന് വിചാരിച്ച് നമ്മളൊരു പ്രോപ്പർട്ടി നോക്കി നിന്ന സമയത്താണ് കെസറൽ പ്രോപ്പർട്ടീസിൽ മീറ്റ് ചെയ്യുന്നതും അവരായിട്ട് നമ്മൾ സംസാരിക്കുന്നതും ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് എത്തുന്നതും. അതും നമുക്ക് ഒത്തിരി ഇപ്പോൾ നിങ്ങൾ തന്നെ വന്നപ്പോൾ കണ്ടിട്ടുണ്ടാവും, നമുക്ക് എത്തിപ്പെടാൻ വളരെ എളുപ്പമാണ്. ഇവിടെ മീഡിയ ചേട്ടന്മാർ തന്നെ അച്ഛൻ്റെ അടുത്ത് അഡ്രസ്സ് വെച്ചപ്പോൾ അച്ഛന് അഡ്രസ്സ് പറയാൻ വളരെയധികം എളുപ്പമായിരുന്നു. കാരണം മെട്രോ പില്ലർ പറഞ്ഞാൽ മതി, അതിന് നേരെ ഓപ്പോസിറ്റ് വന്നാൽ മതി. മെട്രോ സ്റ്റേഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഓരോ ഷോപ്പിംഗ് മാൾസ് ആണെങ്കിലും നമുക്ക് ഏത് തിരക്കുണ്ടെങ്കിലും എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും എല്ലാം അടുത്താണ്. വളരെ അധികം നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി സ്ഥലങ്ങളുണ്ട്. അതും എനിക്ക് കെസറൽ പ്രോപ്പർട്ടീസിൽ ഒരു ഫാമിലിയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിലും ഒത്തിരി സന്തോഷമുണ്ട്. ഇവിടെ എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും നമ്മൾ ഒരുപാട്, ഞാൻ ഇതുവരെ നേരിട്ട് കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. ഒരുപാട് വീഡിയോസിലും ഇതിലൊക്കെ കണ്ട് ഒരുപാട് ബഹുമാനിക്കുന്ന ആളാണ്. പിന്നെ ദേവൂട്ടി നമ്മുടെ ആളാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ബിൽഡേഴ്സിൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്യുന്നത്. ഇപ്പം ഞങ്ങളുടെ ലാസ്റ്റ് മീറ്റിങ്ങിൽ ഞാൻ ഒഫീഷ്യലി ബ്രാൻഡുമായിട്ട് കൊളാബറേറ്റ് ചെയ്യാം എന്നുള്ള ഒരു തീരുമാനത്തിലെത്തി. അപ്പം നമ്മൾ ഒരു ബ്രാൻഡ് അല്ലെങ്കിൽ ഒരു കമ്പനി എൻഡോഴ്സ് ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കേണ്ട കാര്യം അവർ എത്രത്തോളം ജനങ്ങൾക്ക്, അതായത് ഞാൻ എൻ്റെ മുഖം വെച്ച് പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് നാളെ മേലാൽ എന്നോട് വന്ന് ചോദിക്കരുത് എന്നുള്ളൊരു റെസ്പോൺസിബിലിറ്റി ഞാൻ എടുക്കണം. അപ്പം ലാസ്റ്റ് നമ്മുടെ മീറ്റിങ്ങിൽ അതിൻ്റെ ഡയറക്ടേഴ്സിനോട് സംസാരിച്ചപ്പോഴായാലും നമ്മൾ ഇത് ഫസ്റ്റ് ടൈം അല്ല ഞാൻ ഇവരുടെ പ്രോജക്ട്സ് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനാണെങ്കിലും ആ ഒരു ക്വാളിറ്റി, അവരുടെ ഒരു ക്വാളിറ്റിയാണ് എനിക്ക് ഫസ്റ്റ് എന്തുകൊണ്ട് കൊളാബറേറ്റ് ചെയ്യണം എന്നുള്ളൊരു ചോദ്യത്തിന് അവരുടെ ക്വാളിറ്റി ഓഫ് വാട്ട് എവർ ദേ ആർ ഡൂയിങ് എന്നുള്ളതാണ് അതിനുള്ള ഉത്തരം. അപ്പം ഞാനും ഈ പറഞ്ഞ പോലെ കൊച്ചിയിൽ വന്ന സമയത്ത് എവിടെ താമസിക്കണം എങ്ങനെ എന്നൊക്കെ ചിന്തിക്കുന്ന സമയത്ത് ഒരുപാട് ഓപ്ഷൻസും ഒരുപാട് സ്ഥലങ്ങളും വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ പക്ഷേ കെസാഡലിനെ പിന്നീടാണ് പരിചയപ്പെട്ടത്. പക്ഷേ എങ്കിൽ പോലും എന്തുകൊണ്ട് ഞാൻ നേരത്തെ പരിചയപ്പെട്ടില്ല? ഒരുപാട് വെറൈറ്റി, ഒരുപാട് പുതിയ പുതിയ ഇന്നോവേറ്റീവ് ഐഡിയാസ് കൊണ്ടാണ് ഇവരുടെ പ്രോജക്ട്സ് ഓരോന്നോരോന്നായിട്ട് വരാൻ പോകുന്നത്. അപ്പം ഒരുപാട് സന്തോഷമുണ്ട് അങ്ങനെ ഒരു ബ്രാൻഡുമായിട്ട് കൊളാബറേറ്റ് ചെയ്യാൻ പറ്റിയതിൽ. കഴിഞ്ഞ 10 വർഷമായിട്ട് അവരുടെ ഗ്രോത്ത് നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാനിത് പറയുന്നതിനേക്കാളും മേബി ഒരു 2 വർഷം കൂടെ കഴിഞ്ഞ് നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ എവിഡൻ്റ് ആയിരിക്കും. ബിക്കോസ് ഇനി വരാനിരിക്കുന്ന ഒരുപാട് പ്രോജക്ട്സിനെ പറ്റി ഞാൻ സംസാരിച്ചു. അപ്പം അതിൻ്റെ ഒരു ക്ലിയർ ഐഡിയ ഇനി നാളെ മേലാൽ നമുക്ക് എല്ലാവർക്കും എല്ലായിടത്തും കാണാൻ പറ്റുന്നൊരു കെസാഡൽ ഗ്രൂപ്പായി മാറാനുള്ള അതിൻ്റെ എല്ലാത്തിൻ്റെയും സ്റ്റാർട്ട് അവർ ഓൾറെഡി ഇട്ട് കഴിഞ്ഞു. അപ്പം അതിൻ്റെ ഒരു ബിഗിനിങ് ആണ് ഈ പറഞ്ഞ പോലെ റോഡ് സൈഡിൽ തന്നെ നമ്മൾ ഈ പോകുമ്പോൾ ഫസ്റ്റ് കാണുന്ന ഒരു ബിൽഡിംഗ് ആയിട്ട് വരാൻ പോകുന്ന അവരുടെ ഒരു കെസാഡൽ. ഇതല്ലാതെ തന്നെ ഒരുപാട് പ്രോജക്ട്സ് ഉണ്ട്. പക്ഷെ എങ്കിൽ കൂടി ഇൻ നെക്സ്റ്റ് 2 years വലിയൊരു ഗ്രോത്ത് ആണ് കെസാഡലിൽ ഉണ്ടാകാൻ പോകുന്നത്. എല്ലാവരും നോക്കിയേ. എല്ലാവരും